ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 82. ആദ്യേട്ട. അവൻ്റെ ചുംബന മഴയിൽ ശ്വാസം മുട്ടിയവൾ മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് നീങ്ങിപ്പോയി. എൻ്റെ ദേവി അപ്പോഴേക്കും തളർന്നോ? മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ പൊട്ടിയ ചുണ്ടുകൾക്ക് മുകളിലവൻ ഒരു വട്ടം കൂടി അമർത്തി മുത്തി. ആദ്യേട്ട. ചുവന്ന് കയറിയ കവിൾത്തടങ്ങൾ അവളിലെ നാണത്തെ എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. എന്തോ? മഹർഷിയുടെ ചിരിയോടെയുള്ള ഒരു കണ്ണിറുക്കലിൽ പെണ്ണിൻ്റെ നാണത്തിന് വീണ്ടും തീവ്രത കൂടി വന്നു. ആ നോട്ടം സഹിക്കാൻ വയ്യാതെ ദേവിക വീണ്ടും അവനിൽ നിന്നും തല ചരിച്ചു പിടിച്ചു കളഞ്ഞു. എൻ്റെ ദേവിക്ക്? കാതോരം ചെന്ന് ചോദ്യം ചെയ്യുന്നതിനിടയിലും ആദിയുടെ ചുണ്ടുകൾ പെണ്ണിൻ്റെ കഴുത്തിടുക്കിൽ കുറുമ്പ് കാട്ടി. ആ, ദേവികയ്ക്ക് വല്ലാതെ വന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത എന്തൊക്കെയോ ചില സുഖമുള്ള വികാരങ്ങൾ കാലിൻ്റെ പെരുവിരൽ തൊട്ട് ഉച്ചി വരെ കയറുന്നത് പോലെ അവൾക്കപ്പോൾ തോന്നിപ്പോയി. അവൻ്റെ ചുണ്ടുകൾ പതിയിടങ്ങളിൽ നിന്നും അഗ്നി പ്രവഹിക്കുന്നത് പോലെ, അവൻ്റെ നിശ്വാസം അടിക്കുന്നിടങ്ങളിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ, അവൻ്റെ ദേഹം ഉരയുന്നിടമെല്ലാം കുളിര് കോരുന്നത് പോലെ അവൾ അത്രമേൽ തളർന്നു പോകുന്നുണ്ടായിരുന്നു. ദേവി. ഇടയ്ക്കവൻ പെണ്ണിനെ പേര് ചൊല്ലി വിളിച്ചു പ്രണയത്തോടെ. ആ. കണ്ണുകൾ കൂമ്പി അടച്ചു പിടിച്ചുകൊണ്ട് അവളത് മൂളി കേട്ടു. കഴുത്തിന് ചുറ്റും ഇടതടവില്ലാതെ പതിക്കുന്ന ആദിയുടെ ആദരങ്ങളുടെ തണുപ്പിൽ ദേവിയുടെ താടിത്തുമ്പ് മേലേക്കൊന്ന് ഉയർന്നു പോയിരുന്നു ആ നേരം. എടുത്തോട്ടെ ഞാൻ. ചുരിദാറിൻ്റെ സ്ലിറ്റിനടിയിൽ കൂടി അകത്തേക്ക് ഇഴഞ്ഞു കയറിയ ആദിയുടെ വലങ്കൈ അവളുടെ വയറിന് മുകളിൽ എന്തിനോ വേണ്ടി പരതുന്നുണ്ടായിരുന്നു. ദേവിക ഒന്നും മിണ്ടിയില്ല. മൗനമായി അവൻ്റെ കരലാളനങ്ങളിൽ മയങ്ങി അവന് വിധേയയായി കിടന്നുകൊടുത്തു. അത്രമാത്രം. ദേവി. ചെക്കൻ വീണ്ടും വിളിച്ചു. അതും മുഖമുയർത്തി പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ. ആ. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയവൾ കാണുന്നത് ഒരനുവാദം കാത്തു നിൽക്കുന്ന അവൻ്റെ മിഴികളെ ആയിരുന്നു. അവൾക്ക് അവനോട് ആ സമയം വല്ലാത്ത ബഹുമാന സുതിയിൽ നിന്നും ആദിയിലേക്കുള്ള ദൂരം അളക്കാൻ ആരെക്കൊണ്ടും ഒരിക്കലും പറ്റത്തില്ലെന്നാണ് ദേവികയ്ക്ക് അപ്പോൾ തോന്നിയത്. തൻ്റെ ഒരു സമ്മതത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ രണ്ട് കണ്ണുകളിലും. തന്നെ അറിയുവാനുള്ള ആഗ്രഹമാണ് ആ നോട്ടത്തിൽ മുഴുവനും. ആ അവനു വേണ്ടി എന്തും നൽകുവാൻ ദേവിക അപ്പോൾ ഒരുക്കമായിരുന്നു. ആദ്യേട്ടാ. ഇനിയും തൻ്റെ മറുപാതിയുടെ ഇഷ്ടത്തെ കണ്ടില്ലെന്ന് നടിക്കുവാൻ അവളും ഒട്ടും താല്പര്യപ്പെട്ടില്ല എന്നതാണ് സത്യം. ദേവിക അവളുടെ കൈകൾ രണ്ടും അവനെ സ്വീകരിക്കുവാൻ എന്നവണ്ണം കിടന്നുകൊണ്ട് തന്നെ വിരിച്ചു പിടിച്ചു. അത് കണ്ടതും ആദ്യ ഒരു കള്ളച്ചിരി ചിരിച്ചു. ശേഷം അവളിലേക്ക് മെല്ലെ അമർന്നു. വീണ്ടും ചുംബന സമരങ്ങൾ, കൊക്കുരുമ്മലുകൾ, സീൽക്കാരങ്ങൾ. പക്ഷേ ഇത്തവണ പതിവില്ലാത്ത രീതിയിൽ ദേവിക ആദിയെയും തിരിച്ചു പുണർന്നിരുന്നു എന്നത് മറ്റൊരു സത്യം. ആ മുറിയിലെ തണുപ്പിനെ പോലും ചൂട് പഠിപ്പിക്കുന്ന തരത്തിലുള്ള പ്രണയാഗ്നി അവരുടെ ഇരു ശരീരങ്ങളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു തുടങ്ങി. മാറ്റ് ദേവി. മറച്ചു പിടിച്ച പെണ്ണിൻ്റെ കൈകൾ രണ്ടും തൻ്റെ ഇടം കൈക്കുള്ളിൽ ഒതുക്കി അവളുടെ തലയ്ക്ക് മുകളിലേക്ക് തന്നെ പിടിച്ചമർത്തി വെച്ചവൻ. അതും കൂടി ആയപ്പോഴേക്കും നാണത്താൽ തൻ്റെ കണ്ണുകൾ രണ്ടും ദേവിക ഇറുക്കി അടച്ചു പോയിരുന്നു. ഹേയ്, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. അവൻ ദേവികയുടെ കണ്ണുകളിന് മുകളിൽ പതിയെ ഒന്ന് ഊതി. തൻ്റെ പാതിയുടെ ശബ്ദത്തിലെ പ്രണയം തിരിച്ചറിഞ്ഞതും പിടപ്പോടെ അവൾ വീണ്ടും കണ്ണുകൾ തുറന്നു പിടിച്ചു. നീ ഞാനും വേറെയല്ല ദേവി, നമ്മളൊന്നാണ്. പെണ്ണിന് കേൾക്കാൻ പറ്റുന്ന അത്രയും മെല്ലെ ശബ്ദം കുറച്ച് രഹസ്യം പോലെ പിറുപിറുത്തുകൊണ്ടവൻ തൻ്റെ വലങ്കയ്യാൽ അവളിലെ ഒന്ന് തഴുകി തലോടി വിട്ടു. അവനേവുന്ന വികാരങ്ങളെ സഹിക്കാൻ വയ്യാതെ ദേവികയുടെ ശരീരം ആ സമയം മുകളിലേക്ക് വില്ലുപോലെ വളഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ കൈകളെയും ചെക്കൻ സ്വതന്ത്രമാക്കി വിട്ടു. പൊടുന്നനെയാണ് മഹർഷിയുടെ വലത് കൈ പെണ്ണിൻ്റെ അടിവയറിന് മുകളിൽ ചെന്ന് നിന്നത്. ഏട്ടാ. അത്രയും നേരം വികാരത്തിളപ്പിൽ പിടിഞ്ഞവളുടെ ശരീരം ഒരു നിമിഷത്തേക്കൊന്ന് നിശ്ചലമായി. കണ്ണുകളൊട്ടൊരു വേദനയോടെ അവൻ്റെ കൈ പതിഞ്ഞിടത്തേക്ക് നീണ്ടുപോയി. എന്താ ദേവി? അവളിലെ നിറഞ്ഞ കണ്ണുകൾ മഹർഷിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഒന്നുമില്ല. കണ്ണുകൾ ഒരു വട്ടം ഇറുക്കി അടച്ചു തുറന്നവൾ. ഇതാണോ നിന്റെ പ്രശ്നം? അടിവയറിന് മുകളിലെ കറുത്ത പാടുകൾക്ക് മുകളിൽ ഒന്ന് തലോടിക്കൊണ്ട് മഹർഷി ചോദിച്ചു. ദേവിക മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റി മുട്ടിച്ചു കിടന്നു സങ്കടത്തോടെ. ദേവി. അവൻ ആ പെണ്ണിൻ്റെ മുഖം പിടിച്ചുയർത്തിയെങ്കിലും അവൻ നോട്ടം അവളിൽ നിന്നും എങ്ങോട്ടേക്കോ മാറ്റിയിരുന്നു. പാടുകളുള്ള പെണ്ണിൻ്റെ അടിവയറ് കണ്ടതും
ശ്രുതിയോടുള്ള ദേഷ്യം അവനിൽ പതിന്മടങ്ങി ഇരട്ടിച്ചു. ഇത്തവണ അവളിൽ നിന്ന് ഒരു മൂളൽ പുറപ്പെട്ടു. ഇതാണോ നിന്റെ കണ്ണുനീരിൻ്റെ കാരണം? അവൻ ചോദ്യം ആവർത്തിച്ചു. ആ. ഒരു നിമിഷം താമസിച്ചെങ്കിലും ദേവികയിൽ നിന്നും മറുപടി ഉണ്ടായി. എന്നെ നോക്ക് ദേവി. പറച്ചിലിനോടൊപ്പം തന്നെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് വീണ്ടും മുകളിലേക്ക് ഉയർത്തിയിരുന്ന ചെക്കൻ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ നീ കേൾക്കണം. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആദി പറഞ്ഞു തുടങ്ങി. ഈ ഭൂമിയിലെ സൗന്ദര്യത്തിൻ്റെ മറുരൂപം എന്താണ്? അവനൊരു ചിരിയോടെ ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ പെണ്ണവനെ ശ്രദ്ധയോടെ നോക്കി. രാത്രി സകല ചരാചരങ്ങൾക്കും വെളിച്ചം നൽകുന്ന പൂർണ്ണചന്ദ്രനല്ലേ? അവളിൽ നിന്ന് ഉത്തരവൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അവൻ വീണ്ടും സംസാരിച്ചു. ആ. ഇത്തവണ എന്തുകൊണ്ടോ ദേവിയിൽ നിന്നും ഒരു മൂളലുണ്ടായി. ആ അമ്പിളിക്ക് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി ഈശ്വരൻ അതിന് കനിഞ്ഞു നൽകിയൊരു പാട് നീ കണ്ടിട്ടുണ്ടോ? അതിനുള്ളിലൊരു കറുത്ത പാട്. വീണ്ടും അവളിലേക്ക് അവൻ ചോദ്യം തൊടുത്തു. ആ. അത് കണ്ടിട്ടുണ്ടെന്ന പോലെ അവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അതുപോലെ മാത്രമേ ഇതിനെയും നീ കാണാവൂ ദേവി. ഈ പാടുകൾ കണ്ടാൽ എനിക്ക് മറ്റൊന്ന് നിന്നോട് തോന്നുമെന്ന് നീ കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചോളാം. പഴയതൊന്നും നമുക്ക് ഓർക്കണ്ടടി. പ്ലീസ് മോളെ. ഇനി ഒരു സങ്കടത്തിനും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അവൻ്റെ കൈകൾ പെണ്ണിൻ്റെ ശരീരത്തിൽ ശക്തമായി മുറുകി. അത് മതിയായിരുന്നു ദേവികയ്ക്കും. ആ വാക്കുകൾ അവളിൽ ഉറച്ച ആത്മവിശ്വാസവും ഒട്ടും ചെറുതല്ലായിരുന്നു. ചേർത്ത് പിടിക്കാനും കണ്ണുനീര് തുടയ്ക്കാനും പ്രണയിക്കാനും ഇതുപോലൊരാൾ കൂടെയുണ്ടെങ്കിൽ ഈ ലോകം തന്നെ പിടിച്ചടക്കാമെന്നുള്ള ആത്മവിശ്വാസം ഏതൊരു പെണ്ണിനും ഉണ്ടാവില്ലേ? തിരിച്ചാദിയെ പുണരുമ്പോൾ മനസ്സറിഞ്ഞ പാതിയെ തന്ന ഈശ്വരനോടവൾ കണ്ണീരോടെ നന്ദി പറയുകയായിരുന്നു. അതെ, ഇങ്ങനെ കടന്നാൽ മതിയോ? ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ലേ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ നനവ് ദേഹത്ത് പതിയുന്നുണ്ടെന്ന് തോന്നിയതും അവളുടെ മനസ്സ് മാറ്റാൻ എന്ന വണ്ണം ആദി വീണ്ടും അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തമിട്ടു. ആദിയേട്ടാ. മഹർഷിയുടെ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു അവളിലെ നാണത്തെ തിരികെ കൊണ്ടുവരാൻ. എൻ്റെ ദേവി. വീണ്ടും അവളിലേക്ക് പഴയതിലെ ആവേശത്തോടെ അമരുമ്പോൾ ആദിയിലെ പ്രണയം മറ്റൊന്നിലേക്ക് മെല്ലെ വഴിമാറിയിരുന്നു. പകൽ വെളിച്ചത്തിൽ ഇരുവരും പരസ്പരം കെട്ടിപ്പിണഞ്ഞു. പെണ്ണിൻ്റെ ഉടലഴകുകൾ അവൻ തിട്ടപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ചുണ്ടുകളിൽ അവൻ സമരം ചെയ്തു. ദേവിയുടെ ദേഹത്ത് ഒരു നുള്ളുപോലും സ്ഥലം ബാക്കി വയ്ക്കാതെ അവനിൽ ഒഴുകി നടന്നു. ആദ്യേട്ടാ. വികാരങ്ങളുടെ തള്ളലിൽപ്പെട്ട് അവൾ പിടഞ്ഞു പൊങ്ങി. കാലിൻ്റെ പെരുവിരലിൽ കുത്തി ശരീരമുയർത്തി ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അവനെ ഇനിയും കൂടുതൽ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു. അതേസമയം ആദിക്ക് ഇനി അവനെ സ്വയം പിടിച്ചു നിർത്തുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനിയൊരു ഒരു കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആദി അവളെ സ്വന്തമാക്കുമ്പോൾ ഇതുവരെ അറിയാത്ത സുഖത്തിൻ്റെ ആലസ്യത്തിൽ കട്ടിലിൽ തളർന്നു കിടക്കുകയായിരുന്നു നമ്മുടെ ദേവിക. ആദി. തുടർച്ചയായി വാതിലിലുള്ള തട്ടിവിളി അസഹ്യമായപ്പോഴാണ് മഹർഷി ബന്ധപ്പെട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു ചുറ്റും നോക്കിയത്. മുറിയിലെ ഇരുട്ടിൽ അവൻ്റെ കണ്ണുകൾ ആദ്യം ഒന്ന് പരുങ്ങി കളിച്ചു. എങ്കിലും പുറത്തെ മുറ്റത്തെ കട്ട പിടിച്ച് ഇരുട്ടിലും തെളിഞ്ഞു നിൽക്കുന്ന വൈദ്യുത വിളക്കിൻ്റെ വെട്ടം തുറന്നു കിടക്കുന്ന ബാൽക്കണിയിൽ കൂടി മുറിയിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നതിനാൽ തൻ്റെ നെഞ്ചിനു മുകളിൽ കിടന്നുറങ്ങുന്ന ദേവികയെ അവന് വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു. ആ കാഴ്ച മഹർഷിയെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു പുഞ്ചിരി അവൻ്റെ ചൊടികളിൽ എത്തിച്ചു. സമയം എത്രയായോ എന്തോ. ഈശ്വര, എൻ്റെ കുഞ്ഞിപ്പോൾ എന്നെ കാണാതെ. പൊടുന്നനെയാണ് തത്തയുടെ മുഖം ചെക്കൻ്റെ മനസ്സിൽ വേദനയോടെ തെളിഞ്ഞത്. ദേവികയെ ശ്രദ്ധയോടെ കട്ടിലിലേക്ക് അനക്കാതെ കിടത്തിയിട്ട് പുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവളെ നന്നായി മൂടി പുതപ്പിച്ചു കിടത്തിയവൻ പിന്നീട് ധൃതിയിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തറയിലേക്ക് ചാടി ഇറങ്ങി. കയ്യിൽ തടഞ്ഞ ടീഷർട്ട് എടുത്ത് തലവഴി ഇട്ടുകൊണ്ട് അഴിഞ്ഞു തുടങ്ങിയ കാവിമുണ്ട് മുറുക്കി കുത്തി അവൻ പെട്ടെന്ന് തന്നെ മുറിയിലെ ലൈറ്റ് ഇട്ടു. ആദി. വീണ്ടും വാതിലിലുള്ള തട്ട് അവൻ കേട്ടു. വരുന്നു. ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ആദിയോടെ ചെക്കൻ വാതിൽ തുറന്നു കൊടുത്തതും കാണുന്നത് തത്തേയും തോളിൽ ഇട്ടുകൊണ്ട് ഡോറിന് മുൻപിൽ നിൽക്കുന്ന അഭിയെയാണ്. എന്താ അഭിയേട്ടാ? അഭിയുടെ തോളിൽ തല പൂഴ്ത്തി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം വ്യക്തമില്ലാത്തത് കൊണ്ട് തന്നെ ആദി ഒട്ടൊരു പരിഭ്രമത്തോടു കൂടിയാണ് അവളെ എടുക്കുവാൻ വേണ്ടി കൈകൾ നീട്ടിയത്. മണി 9 കഴിഞ്ഞു. മോള് നിന്നെ കാണണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അഭി മെല്ലെ പറഞ്ഞു.
ഉറങ്ങിപ്പോയി അഭിയേട്ടാ, അതാ. മറുപടി കൊടുക്കുന്നെങ്കിലും പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കുറേ ഉമ്മകൾ കൊണ്ട് മൂടിയിട്ട് നെഞ്ചിൽ പൊതിഞ്ഞു പിടിക്കുവാൻ അവൻ മറന്നില്ല എന്നതാണ് സത്യം. അവൾക്ക് വല്ല വയ്യായികയോ ഉണ്ടോ? ഇങ്ങനെ കടന്നുറങ്ങുന്ന പതിവില്ലല്ലോ ദേവികയ്ക്ക്. ഇത്രയൊക്കെ വാതിൽ തട്ടി വിളിച്ചിട്ടും പുറത്തേക്ക് വരാതെ കിടക്കുന്ന ദേവികയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു ആ നേരം അഭിക്ക്. ദേവിക്ക് ചെറിയൊരു തലവേദന. അത്രയും പറഞ്ഞിട്ട് മുഖത്തെ കള്ളത്തരം മറച്ചു വയ്ക്കാൻ വേണ്ടി കുഞ്ഞിപ്പെണ്ണിൻ്റെ കഴുത്തിൽ മുഖമിട്ടുരച്ച് കിളിയാക്കിക്കൊണ്ടിരുന്നു മഹർഷി. അപ്പോൾ ആ, എഴുന്നേൽപ്പിച്ച് അത്താഴം കഴിപ്പിച്ചിട്ട് കിടത്തി ഉറക്കാൻ നോക്ക്. അവനെ ഒന്നുകൂടി നോക്കിയിട്ട് അഭി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞ് എന്നോട് പിണങ്ങിയോ? അഭി പോയതും വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ചെക്കൻ തത്തയും കൊണ്ട് അകത്തേക്ക് നടന്നു. മോള് പിണങ്ങി. അച്ഛ എന്താ ഞാൻ വിളിച്ചിട്ട് വാതിൽ തുറക്കാഞ്ഞേ? സ്വതവേയുള്ള കൊഞ്ചലോടെ തന്നെ തത്തക്കുഞ്ഞു മുഖം വീർപ്പിച്ചു. എൻ്റെ പൊന്നിൻ്റെ അച്ഛ ഉറങ്ങിപ്പോയി, അതല്ലേ? അവളെയും കൊണ്ട് കട്ടലിലിരിക്കുന്നതിനിടയിൽ ആദ്യമെല്ലാം ക്ഷമാപണം നടത്തി. അപ്പം അമ്മയോ? അമ്മയും ഡോറ് തുറന്നില്ലല്ലോ. ബെഡിൽ മൂടിപ്പോച്ച് കിടന്നുറങ്ങുന്ന ദേവികയെ നോക്കി പെണ്ണ് വീണ്ടും പരാതി പറഞ്ഞു. അമ്മ ഉറങ്ങിപ്പോയതാ എൻ്റെ വാവേ. അമ്മയ്ക്ക് ഇത്രയും നേരം നല്ല തലവേദനയായിരുന്നു. കുഞ്ഞു പെണ്ണിനെ തൻ്റെ മടിയിൽ തന്നെ ഇരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് ആദ്യം മറുപടി നൽകി. ആണോ? അയ്യോ, എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ കുറഞ്ഞോ? അവൾ മെല്ലെ ദേവികയുടെ അരികിലേക്ക് പോകുവാനായി ഒന്ന് കുതറി. അമ്മ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മൊത്തം കുറഞ്ഞോളും. നീ പോയി ഇടയ്ക്ക് എഴുന്നേൽപ്പിക്കല്ലേ. അവളെ എന്തുകൊണ്ടോ ആ നേരം ദേവികയുടെ അടുത്തേക്ക് വിടുവാൻ ആദിക്ക് വല്ലായ്മ തോന്നി. ആണോ? എന്നാ അമ്മയെ ഞാൻ എണീപ്പിക്കില്ല. അതും പറഞ്ഞിട്ട് തത്തമ്മ വീണ്ടും മഹർഷിയുടെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. എന്നിട്ട് തലേദിവസം ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവനോട് പറയാനായി തുടങ്ങി. ഇപ്പോൾ തന്നെ ഒരു 5-6 പ്രാവശ്യം കേട്ട് പഴകിയതാണെങ്കിലും അവനതൊരു ചിരിയോടുകൂടി ശ്രദ്ധയോടെ കേട്ടിരുന്നു പോയി. അച്ഛ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. മോള് പോയി താഴെ മുത്തശ്ശിയുടെ കൂടെ ഇരിക്കുകയോ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും പെണ്ണിൻ്റെ സംസാരം ഒരിടത്തും നിൽക്കുന്നില്ല എന്ന് കണ്ടതും ആദ്യം വേറെ നിവൃത്തിയില്ലാതെ ചോദിച്ചു പോയി. കാരണം ശരീരം മുഴുവൻ വിയർപ്പാണ്. അത് മാത്രമല്ല, ഒന്ന് കുളിക്കാതെ ഇനി പറ്റുകയില്ല. അച്ഛ പറ്റിക്കോ? തത്ത ആദ്യം ചോദിച്ച ചോദ്യമായിരുന്നു അത്. എൻ്റെ കുഞ്ഞിനെ അച്ഛ എപ്പോഴെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? അവളുടെ ചോദ്യം കേട്ടതും ചെക്കന് നേരിയ തോതിൽ പരിഭവം തോന്നി. ഇല്ലാലോ. പല്ല് മുഴുവൻ വെളിയിൽ കാട്ടുന്ന രീതിയിൽ അവളൊരു ചിരി കൊടുത്തു. എങ്കിൽ വേഗം വന്നേക്കാം, മോള് പൊയ്ക്കോ. അവൻ കുഞ്ഞിനെ നിർബന്ധിച്ച് താഴേക്ക് ഇറക്കി വിട്ടു. ശേഷം ധൃതിയിലോടി വന്ന് മുറിയിലേക്ക് കയറി വീണ്ടും വാതിൽ കുറ്റിയെടുത്തു. എന്നിട്ട് ബെഡിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്നവളെ മെല്ലെ തട്ടി വിളിക്കാനായി തുടങ്ങി. ദേവി. ഒരു വട്ടം കൂടി കയ്യിലൊരു കൊട്ടു കൊടുത്തപ്പോഴാണ് ദേവിക പെട്ടെന്ന് കണ്ണു തുറന്നതും എഴുന്നേറ്റിരിക്കാൻ വേണ്ടി തുടങ്ങിയതും ഒക്കെ. പക്ഷേ ഊർന്ന് താഴേക്ക് വീണ പുതപ്പ് ശരീരത്തിൻ്റെ പാതി ഭാഗത്തെ അനാവൃതമാക്കിയതും എഴുന്നേറ്റിരുന്നവൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അതുപോലെ തന്നെ തിരികെ പുതച്ചുകൊണ്ട് ബെഡിലേക്ക് തിരികെ കിടന്നുപോയി. അത്രമേൽ അവൾ ചമ്മലും നാണവും വിരുന്നിനെത്തിയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ പോലും പെണ്ണിനെ കൊണ്ട് പറ്റാണ്ട് വന്നു. സമയം എത്രയായി എന്ന് വല്ല വിചാരമുണ്ടോ എൻ്റെ ദേവിക്ക്? ആ? പെണ്ണിൻ്റെ പ്രവൃത്തിയിൽ ചിരി പൊട്ടി വന്നവൻ അത് മീശത്തുമ്പ് കടിച്ചു പൊടിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു. ആദ്യേട്ടാ, എൻ്റെ ഡ്രസ്സൊന്ന് എടുത്തു തരുമോ? കട്ടലിന് താഴെ വീണ് കിടക്കുന്ന തൻ്റെ ചുരിദാറിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് ദേവിക അവനോട് കെഞ്ചി. എന്തിന്? ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ? ആദിയുടെ മുഖത്തൊരു കള്ള ലക്ഷണം തെളിഞ്ഞു. ആദ്യേട്ടാ പ്ലീസ്. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങോട്ട് പോകാനാ? അവൻ മെല്ലെ തൻ്റെ ടീഷർട്ട് മുകളിലേക്ക് ഊരിക്കൊണ്ട് അവളോട് കാര്യമായി തിരക്കി. എനിക്ക് കുളിക്കണം. അവനിപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പെണ്ണ് മറുപടിയും നൽകി. എനിക്കും ഒന്ന് കുളിക്കണം. എന്നാൽ പിന്നെ നമുക്കങ്ങ് ഒരുമിച്ച് കുളിച്ചേക്കാം. അവിടെ ഒരു ചോദ്യമോ പറച്ചിലോ പിന്നീട് ഒന്നും ഉണ്ടായില്ല. ദേവികയെ അതുപോലെ തന്നെ കയ്യിൽ കോരിയെടുത്ത് കുളിറുയിലേക്ക് നടക്കുമ്പോൾ അവളിൽ നിന്നും വരുന്ന എതിർപ്പുകളെ ഒരു ചുംബനത്തിൽ ഒതുക്കിയവൻ. 2 ദിവസമായിട്ട് സ്റ്റോറി ഇടാത്തത് എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസങ്ങളായി ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടപ്പായിരുന്നു. അതാണ് സ്റ്റോറി കാണാതിരുന്നത് കേട്ടോ. അപ്പോൾ വായിക്കുന്നവരൊക്കെ ഒന്ന് എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ.